അതുകൊണ്ട് ഈ വെല്ലുവിളി വളരെ ധൈര്യപൂർവ്വം SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയെ എവിടെ നേരിട്ടാലും മുസ്ലിം ലീഗിന്റെ മുഴുവൻ നേതാക്കന്മാരെ നടുറോട്ടിൽ തടയാനുള്ള ബാധ്യത നമ്മുടെ ഇന്ന് ഈ SNDP യോഗം ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് മീനക്കി യൂണിയൻ ഒന്ന് പറയുന്നു, SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ തൊട്ടുകളിച്ചാൽ ആ തൊടുന്ന കൈ ഞങ്ങള് വെട്ടിക്കളയുമെന്ന് ഈ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ യോഗം ഞാൻ ഉദ്ഘാടനത്തിനായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വെള്ളാപ്പള്ളിക്കെതിരായ മുസ്ലിം ലീഗിന്റെ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. പാലായിൽ SNDPയുടെ പ്രതിഷേധം. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കോലം കത്തിച്ചു. SNDPയെ വെല്ലുവിളിച്ചാൽ മുസ്ലിം ലീഗ് നേതാക്കളെ നടു റോഡിൽ തടയുമെന്ന മീനച്ചിൽ SNDP യൂണിയൻ ചെയർമാൻ പറഞ്ഞു. മുസ്ലിമിന്റെ ഒരു വെല്ലുവിളി നടക്കുകയാണ്. എവിടെ നേരിട്ടാലും മുസ്ലിം ലീഗിന്റെ മുഴുവൻ നേതാക്കന്മാരെ നടുറോട്ടിൽ തടയാനുള്ള ബാധ്യത നമ്മുടെ ഈ SNDP യോഗം ഏറ്റെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇടുക്കിയിലെ തൊടുപുഴയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ UDFന്റെ വിജയത്തിൽ ആവേശം കൊണ്ട്, അല്ലെങ്കിൽ VD സതീശനെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തതിൽ ആവേശം കൊണ്ട് തൊടുപുഴ ടൗണിലൂടെ ആവേശം ഓവറായിട്ട് വെള്ളാപ്പള്ളി നടേശനെതിരെയും സുകുമാരൻ നായർക്കെതിരെയും അറപ്പുളവാക്കുന്ന രീതിയിൽ മുദ്രാവാക്യം വിളിച്ചിട്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങളാണ് ഈ സമൂഹത്തിൽ. മുസ്ലിം ലീഗിന്റെ പേരിൽ കുറച്ച് വിവരം കെട്ടവന്മാർ, ഇടുക്കിയിലെ തൊടുപുഴയിലുള്ള കുറച്ച് വിവരം കെട്ടവന്മാർ ഒരു ഷോ കാണിച്ചത്. അതിന്റെ പരിണിത ഫലമെന്നോണം കേരളത്തിലുടനീളം SNDP യോഗം യൂണിയനുകൾ വിവിധ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുകയുണ്ടായി. വിദ്വേഷത്തിന് അവസരം കാത്തിരുന്ന ആളുകൾ ഇഷ്ടം പോലെ വിദ്വേഷം പറഞ്ഞു. മാത്രമല്ല മുസ്ലിം ലീഗിന്റെ എല്ലാമായ നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കോലം കത്തിക്കുന്ന രീതിയിലേക്ക് വരെ കുറച്ച് മുസ്ലിം ലീഗ് എന്ന് പേരുള്ള വിവരം കെട്ടവന്മാരുടെ വിവരക്കേട് കാരണം സിറ്റുവേഷൻ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. നമുക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടന്ന SNDP യോഗത്തിന്റെ പ്രതിഷേധ റാലികൾ ആദ്യം ഒന്ന് കാണാം. വെള്ളാപ്പള്ളി നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. അഭിവാദ്യങ്ങൾ. വെള്ളാപ്പള്ളിക്ക് അഭിവാദ്യങ്ങൾ. യൂത്ത് ലീഗ് ഓർത്തോളൂ. വെള്ളാപ്പള്ളിയെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ. SNDP യോഗം സിന്ദാബാദ്. വെള്ളാപ്പള്ളി സിന്ദാബാദ്. സംസ്ഥാനത്തിന്റെ വിവിധ തലങ്ങളിൽ SNDP യോഗത്തിന്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കോലം കത്തിക്കുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ SNDPന്റെ ഒരു നേതാവ് പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ വഴിയിൽ തടയുമെന്നാണ്. അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഒരു വെല്ലുവിളി നടക്കുകയാണ്. അത് ഇവിടെ നിങ്ങൾക്കറിയാം. ഇവിടെ ഈ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള രക്തസാക്ഷി മണ്ഡപം എടുത്തു കഴിഞ്ഞാൽ അറിയാം ഇതിനകത്ത് ആരുടെ മണ്ഡപം ഏറ്റവും കൂടുതലുള്ളത്. ഒരു മുസ്ലിം ലീഗിന്റെ വേറൊരു ജാതിയുടെ ഇവിടെ 100 എണ്ണം ഉണ്ട്, 99 എണ്ണം ഈഴവന്റെ തന്നെ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഈ വെല്ലുവിളി വളരെ ധൈര്യപൂർവ്വം SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയെ എവിടെ നേരിട്ടാലും മുസ്ലിം ലീഗിന്റെ മുഴുവൻ നേതാക്കന്മാരെ നടുറോട്ടിൽ തടയാനുള്ള ബാധ്യത നമ്മുടെ ഇന്ന് ഈ SNDP യോഗം ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് മീനക്കി യൂണിയൻ ഒന്ന് പറയുന്നു, SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ തൊട്ടുകളിച്ചാൽ ആ തൊടുന്ന കൈ ഞങ്ങള് വെട്ടിക്കളയുമെന്ന് ഈ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ യോഗം ഞാൻ ഉദ്ഘാടനത്തിനായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വഴിയിൽ തടയുകയോ അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള അക്രമം ഉണ്ടാകുകയോ ചെയ്താൽ ആ കൈ ഞങ്ങൾ വെട്ടിക്കളയുമെന്നാണ്. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവരൊക്കെ ഇത്തരത്തിൽ പ്രകടനം നടത്താൻ കാരണവും ഇത്തരത്തിലുള്ള പ്രസ്താവന ഇറക്കാൻ കാരണവുമായ ആ സംഭവം എന്താണ് എന്നാണ്. നമുക്ക് അതും കൂടി ഒന്ന് കാണാം. ലീഗാണ്
അതായത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ അതിൽ ആഹ്ലാദം പൂണ്ടാണ് ഇവർ ഈ പ്രകടനം നടത്തുന്നത്. ഇത് നടന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്ന സ്ഥലത്താണ്. ഞാൻ ഈ വിഷയത്തിൽ ഒരിക്കലും SNDP യോഗം യൂണിയനെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തില്ല. അതിന്റെ കാരണം അവർക്ക് ഇത്തരത്തിൽ പ്രസ്താവന പറയാൻ എല്ലാ അവസരവും ഇവിടെ ഉണ്ടാക്കി കൊടുത്തത് ഇടുക്കിയിലെ ഈ ഗുണ്ടകളാണ്. ഇവർ ലീഗുകാരല്ല, ഇവർ ഗുണ്ടകളാണ്. ലീഗ് ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളല്ല. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെ മാത്രമല്ല മലപ്പുറം ജില്ലയെ വരെ ഒന്നിച്ച് അപമാനിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ. എന്നാൽ ഇത്രയും വലിയൊരു വിജയം ഉണ്ടായിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മലപ്പുറത്തുകാരല്ലേ ഇതിനുവേണ്ടി പ്രതികരിക്കുന്നത്. എന്നാൽ മലപ്പുറത്തുകാർ ഈ കാര്യത്തിലൊക്കെ വളരെ ഡീസന്റ് ആണ്. അവര് പണ്ട് മുതലേ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ആരെന്ത് പറഞ്ഞാലും അവർക്ക് ഇതൊന്നും വിഷയമല്ല. എന്നാൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് ഇവിടെ ഇടുക്കി തൊടുപുഴയിലുള്ള വിവരം കെട്ട ആളുകൾ, സമൂഹത്തിന്റെ ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയത്തെ കുറിച്ച് ബോധമില്ലാത്ത കഴുതകൾ ഇത്തരം ഒരു പ്രകടനം മുസ്ലിം ലീഗിന്റെ പേരിൽ നടത്തി. തുടർന്ന് അവർ വെള്ളാപ്പള്ളി നടേശനെതിരെയും സുകുമാരൻ നായർക്കെതിരെയും വിദ്വേഷം തുടങ്ങുന്ന വെറുപ്പുളവാക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചു. അതാണ് ഇവിടെ ഈ സംഭവത്തിന്റെ ഒക്കെ ആധാരം എന്ന് പറയുന്നത്. പക്ഷെ SNDP യോഗക്കാരോട് ചെറിയൊരു അപേക്ഷ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത്തരത്തിൽ പ്രകോപിതരാവേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ വിവരം കെട്ട ആളുകൾ മുസ്ലിം ലീഗിന്റെ പേരിൽ നടത്തിയിട്ടുള്ള ഈ തോന്നിവാസത്തിന് മുസ്ലിം ലീഗ് എങ്ങനെയാണ് അവരോട് പ്രതികരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മറ്റൊന്നും കൊണ്ടല്ല, ഈ ജില്ലയിലെ ഇടുക്കി ജില്ലയിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ കമ്മിറ്റിയെ മുഴുവൻ പിരിച്ചുവിട്ടു. ഒറ്റ ദിവസം കൊണ്ട്, കേവലം മണിക്കൂറുകൾ കൊണ്ടാണ് ഈ പ്രകടനം. മണിക്കൂറുകൾക്കകം നാട്ടിലൂടെ നേതാക്കന്മാരായിട്ടോ ഇനി പറഞ്ഞ് നടന്ന ഈ ഒരു ഒറ്റ എണ്ണപ്പ് നേതാക്കന്മാരല്ല, എല്ലാത്തിനും മൂലക്കിലിരുത്തി മുസ്ലിം ലീഗ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, മുസ്ലിം ലീഗ് എന്നൊരു പ്രസ്ഥാനം അതൊരു വർഗീയ പ്രസ്ഥാനമല്ല. അത് ഏതെങ്കിലും മതത്തെ, ജാതിയോ അധിക്ഷേപിക്കൽ അതിന്റെ പ്രവർത്തന രീതിയുമല്ല. എന്തായാലും SNDP യോഗം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കോലം കത്തിക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അല്പം മോശമായി പോയി എന്ന് പറയാതെ വയ്യ. ഏതെങ്കിലും വിവരം കെട്ടവന്മാർ എന്തെങ്കിലും ചെയ്തതിന് ലീഗ് അതിന് ശക്തമായിട്ട് നടപടിയെടുക്കുകയും ചെയ്തു. അങ്ങനെ യൂണിയൻ, അങ്ങനെ ഒരു കമ്മിറ്റി അതിനെ മൊത്തത്തിൽ പിരിച്ചുവിട്ടു, ഉടലോടെ മാന്തിയെടുത്തു. എന്നിട്ടും അത്ര നല്ലൊരു നടപടി എടുത്തിട്ടും ഇത്തരമൊരു വിദ്വേഷം വിളമ്പിയ അത്തരം ആളുകൾക്കെതിരെ ഇത്ര ശക്തമായ നടപടി എടുത്തിട്ടും പാണക്കാട് തങ്ങളുടെ കോല കത്തിച്ചതൊക്കെ വളരെ മോശമായി പോയി എന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ വിഷമം മനസ്സിലാവുന്നുണ്ട്, നിങ്ങളുടെ ദുഃഖം മനസ്സിലാവുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആരും അത്തരത്തിൽ പ്രതികരിക്കും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം, മുസ്ലിം ലീഗിനെതിരെ നിങ്ങൾ ഇതിൽ സംസാരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മുസ്ലിം ലീഗ് കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ നടപടി എടുത്തിട്ടുണ്ട്. ഈ നേതാവെന്ന് പറഞ്ഞ് മേനി പറഞ്ഞ് നടന്നിരുന്ന ആളുകളൊക്കെ ഒരു ദിവസം കൊണ്ട് ഒന്നുമല്ലാതായി എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനെ ആക്ഷേപിച്ചവരുടെ കൈവെട്ടും എന്നൊക്കെ ആ സംഘടനയുടെ ഭാഗമായിട്ടുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ വ്യക്തിപരമായിട്ട് മുസ്ലിം ലീഗ് വിമർശിച്ചിട്ടില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇങ്ങനെ കുറച്ച് വിവരം കെട്ടവന്മാർ തൊടുപുഴയിലോ എവിടെയോ നടത്തിയ ഒരു പ്രകടനത്തിന്റെ പേരിൽ നിങ്ങളൊരു സമുദായത്തിനെ, ഒരു പാർട്ടിയെ വിലയിരുത്തരുത്. എന്താ ചെയ്യാ? ഇത്തരം നിർഭാഗ്യകരമായ അവസ്ഥയിലൂടെയാണ് കേരളത്തിൽ മുസ്ലിങ്ങൾ കടന്നു പോകുന്നത്. ഇതുപോലെ വിവരമില്ലാത്ത കുറെ ആളുകളുണ്ട് ഇതില്. ഇവരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇവരെ തിരിച്ചറിയുന്ന ആ നിമിഷം തന്നെ മുസ്ലിം ലീഗ് കൃത്യമായിട്ട് നടപടി എടുത്തിട്ടുണ്ട്. ഇവരൊക്കെ പുറത്താക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ദയവായി മാറി നിൽക്കണമെന്നാണ് വ്യക്തിപരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം മുസ്ലിം ലീഗ് കൃത്യമായിട്ട് നടപടി എടുത്തു കഴിഞ്ഞു. അത് നിങ്ങളോടുള്ള ഐക്യദാർഢ്യമാണ്. അങ്ങനെ മുസ്ലിം ലീഗിന് ഏതെങ്കിലും രീതിയിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനോട് ഏതെങ്കിലും രീതിയിലുള്ള വൈരാഗ്യമുണ്ടെങ്കിൽ അത് ആ വൈരാഗ്യം പ്രകടിപ്പിക്കാൻ ഒരു പ്രകടനം നടത്താൻ ഏറ്റവും ഉചിതമായ സ്ഥലം മലപ്പുറമാണ്. ജില്ലയെ കുറിച്ച് മോശമായി പരാമർശിച്ച ഒരു വേല ഉണ്ടായി കഴിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ വിജയിച്ചിരിക്കുന്ന ഈ സമയത്ത് വെള്ളാപ്പള്ളി നടേശനെതിരെ ഏറ്റവും കൂടുതൽ പ്രകടനങ്ങളും ജാഥകളൊക്കെ വരുന്നത് മലപ്പുറത്ത് നിന്നാണ്. അവിടെ ഏതെങ്കിലും സംഭവം റിപ്പോർട്ട് ചെയ്തതായി നിങ്ങൾ കണ്ടോ? അവിടെ അങ്ങനൊന്നുമില്ല. മലപ്പുറത്തില്ലാത്ത പ്രകടനവും വെല്ലുവിളിയാണ് ഇടുക്കി കിടക്കുന്ന ആളുകൾക്ക്. അതായത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നു. മുസ്ലിം ലീഗിന്റെ ഏറ്റവും സേഫ് സ്ഥലമല്ലേ മലപ്പുറം? ഏറ്റവും ശക്തി കേന്ദ്രമല്ലേ മലപ്പുറം? അവിടെ എന്തെങ്കിലും ഉണ്ടായോ? അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച ഇടുക്കിയിലാണ് ഉണ്ടായത്. ഇടുക്കിക്കാരെന്ത് നടത്തുന്നേ? അവരുടെ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക ഭാഗം ഇത്തരം പ്രകടനം നടത്താൻ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. അങ്ങനെ നടത്തുന്നെങ്കിൽ ഇത് മലപ്പുറത്ത് നടത്തിക്കൂടെ? മലപ്പുറത്ത് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടേ ഇല്ല. അപ്പോഴാണ് ഇത് ഇടുക്കിയിൽ സംഭവിക്കുന്നത്. ഇത് മുസ്ലിം ലീഗിന്റെ അറിവോടെയോ സമ്മതത്തോടെയോ നടന്നൊരു കാര്യമല്ല. അതുകൊണ്ട് SNDPയുടെ ഭാഗമായിട്ടുള്ള ആളുകളൊന്നും മനസ്സിലാക്കാം, മുസ്ലിം ലീഗിനോ അതുമായി ബന്ധപ്പെട്ട സംഘടനകൾക്കോ നേതാക്കന്മാർക്കോ ഒന്നും ഇതിൽ യാതൊരു പങ്കുമില്ല. നാട്ടിലുള്ള കുറച്ച് തെമ്മാടികൾ എന്തെങ്കിലും തെമ്മാടിത്തരം ചെയ്ത് അവർ തെമ്മാടിത്തരം ചെയ്യുന്ന അവസരത്തിൽ അവരുടെ കയ്യിൽ ലീഗിന്റെ ഒരു പതാക ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം നമുക്ക് എങ്ങനെ ലീഗിനെ വിമർശിക്കാൻ സാധിക്കും? ലീഗിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ട് ഇത്ര ഒരു പ്രതികരണമില്ല.
മാത്രമല്ല ലീഗിന്റെ പേരിൽ ഇത്തരം വിവരം കെട്ട ആളുകൾ നടത്തിയ ഈ പ്രകടനത്തിന്റെ പേരിൽ ആ ജില്ലയിലെ ആ യൂത്ത് ലീഗിന്റെ കമ്മിറ്റിയെ മൊത്തത്തിൽ അടിയോടെ വേരോടെ പിഴുതെറിഞ്ഞു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം. അപ്പം പാണക്കാട് തങ്ങളുടെ കോലം കത്തിക്കുക, വെറുപ്പുളവാക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ SNDP യോഗക്കാരെ അതിൽ മയപ്പെടുത്തണം എന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം SNDP യോഗത്തെയോ വെള്ളാപ്പള്ളി നടേശനെയോ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക വിഭാഗമോ ഒറിജിനൽ മുസ്ലിം ലീഗോ വിമർശിച്ചിട്ടില്ല, പരിഹസിച്ചിട്ടില്ല, മുദ്രാവാക്യം വിളിച്ചിട്ടില്ല. ഇത് ഏതൊക്കെ കുറച്ച് തെമ്മാടികൾ എന്തെങ്കിലും ചെയ്തതിന് നിങ്ങൾ ഒരു പാർട്ടിയുടെയോ ഒരു വ്യക്തിയുടെയോ ഒരു പ്രസ്ഥാനത്തിന്റെയോ നേരെ വരുന്നത് വളരെ മോശമാണെന്ന് പറയാതെ തരമില്ല. അതുകൊണ്ട് തന്നെ നാട്ടിലെ സമാധാനം നിലനിർത്താൻ നമുക്കിടയിൽ വേണ്ടത് ഐക്യമാണ്, പരസ്പര സഹകരണമാണ്. അത്തരത്തിലൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം. ഇത്തരം പരസ്പരം വെറുപ്പുളവാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നത് നമ്മുടെ സമൂഹത്തിനും ഒന്നും അത്ര നല്ലതല്ല. നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയിലൊന്നും മാത്രം വിരോധമുള്ള ആൾക്കാരൊന്നുമല്ല. മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക വിഭാഗത്തിൽ നിന്ന് അങ്ങനെ യാതൊരു പ്രതികരണവും വെള്ളാപ്പള്ളി നടേശന്റെ ഉണ്ടായിട്ടില്ല. കുറച്ച് തെമ്മാടികൾ എന്തെങ്കിലും കാണിച്ചു എന്ന് വെച്ചിട്ട് നാട്ടിലെ സമാധാനത്തിന് തുരങ്കം വെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് SNDPയുമായി ബന്ധപ്പെട്ട ആളുകൾ മാറി നിൽക്കണമെന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന് പ്രതീക്ഷയോടെ ഇവിടെ പറയുന്നു.